1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. മദർ പേത്ര വളരെ അർത്ഥസമ്പുഷ്ടമായി 1973 ജനുവരി മാസം 11-ാം തീയതി സിസ്റ്റേഴ്സിന് വേണ്ടി എഴുതിയ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: നമ്മുടെ പരിവരുത്ത ശബ്ദങ്ങളും അവജ്ഞയും കോപവും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നാം കാണിക്കുന്ന മന്ദതയുമെല്ലാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുള്ള അവഗണനയാണ്. തുടർന്ന് എഴുതി, നാം വൃണങ്ങൾ വൃത്തിയാക്കുമ്പോൾ, ദുർഗന്ധം വമിക്കുന്ന പഴുപ്പ് എടുത്തു കളയുമ്പോൾ, കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോൾ, അവരെ നാപ്കിൻ കഴുകുമ്പോൾ, മരണാസരുടെ തൊണ്ടയിൽ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ, പിൻകുഞ്ഞുങ്ങൾക്ക് പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ, ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങളോട് പ്രോത്സാഹജനകമായ സന്തോഷം നാം പങ്കുവയ്ക്കുമ്പോൾ, ക്ലേശിതരും പീഡിതരുമായി നാം അവരുടെ പക്കൽ ഒരമ്മയുടെ വാക്കുകളോടുകൂടെ കേൾക്കുമ്പോഴെല്ലാം നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടാണ് ചെയ്യുന്നത്. മദർ പേത്ര പറഞ്ഞത് എത്രയോ യാഥാർത്ഥ്യമാണ്. പ്രവർത്തിക്കുന്ന ആ വൃദ്ധജനങ്ങളുടെയും അനാഥരായ കുഞ്ഞുങ്ങളുടെയും എല്ലാവരാലും അവഗണിക്കപ്പെട്ട വ്യക്തികളെയും എല്ലാം ക്രിസ്തുവിനെ കാണുമ്പോൾ, അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം സ്വർഗത്തിൻ്റെ സാന്ത്വനവും കൃപയുമെല്ലാം സമ്മാനിക്കുന്നു. മദർ പേത്രയുടെ ആ പാത പിന്തുടർന്ന് ഈ സഹോദരിമാർ സമർപ്പിതർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മുഖമാണ് പ്രകാശിക്കുക, പുഞ്ചിരിക്കുക. അത് എന്നും ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആയിരിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല.
ദൈവദാസിയായ മദർ പേത്ര 1969 ദീനസേവന സഭ തുടങ്ങിയെങ്കിലും 1970 തന്നെ വൃദ്ധരായ മാതാപിതാക്കളെയും രോഗികളായിട്ടുള്ളവരെയും ആരും സംരക്ഷിക്കാനില്ലാത്തവരെയും പട്ടുപൊത്ത് തന്നെ ഒരു ഭവനം പണിത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ കൂട്ടത്തിലും കുഷ്ഠരോഗികളും TB ബാധിച്ചവരും എല്ലാം ഉണ്ടായിരുന്നു. ആദ്യകാല പഠനങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും അവരുടെ വേദനകളിലും ആകുലതകളിലും ഒറ്റപ്പെടലുകളിലും അവരോടൊപ്പമായിരുന്ന് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്കും പരിശീലനം നൽകിയിട്ടുണ്ട്. ദീർഘകാലം പട്ടുവത്തായിരുന്നതിന് ശേഷം 1982 മദർ വില്ലിഗാർഡിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം മുതലപ്പാറയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എങ്കിലും മദർ പേത്രയ്ക്ക് രോഗികളോടും ആശ്രിതരോടും ആരുമില്ലാത്തവരോടും ഉണ്ടായിരുന്ന പ്രത്യേക കരുണയും വാത്സല്യവുമാണ് ഇങ്ങനെയുള്ളവരെയെല്ലാം കൂട്ടിപ്പിടിക്കുവാനായിട്ട് ദീനദാസികളെ സഹായിച്ചത്. നമ്മൾ ആ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ചിലരുടെയെങ്കിലും ഭവനത്തിലും ഭർത്താവും, ചിലരുടെയൊക്കെ ഭവനത്തിൽ ഭാര്യയും, ചിലർക്ക് സഹോദരനും സഹോദരിയും ഒക്കെയുണ്ട്. എങ്കിലും രോഗം ബാധിച്ചവരെയും അംഗവിഹീനരായവരെയും സാമ്പത്തിക ഭദ്രതയില്ലാത്തതുകൊണ്ടും ദാരിദ്ര്യം അവരെ വേട്ടയാടുന്നതിനാലും ഇങ്ങനെയുള്ള സഹോദരങ്ങളെ സംരക്ഷിക്കുവാനോ അവർക്ക് വേണ്ട ശുശ്രൂഷയും മരുന്നും നൽകുവാനോ സാധിക്കാത്തതിനാൽ അവരെ ഈ സെൻറ്ററിലേക്ക് സ്വന്തം സഹോദരങ്ങൾ, മാതാപിതാക്കൾ ഇവരാണ് എത്തിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ മാതാപിതാക്കൾ സ്വന്തം മക്കളാൽ തിരസ്കരിക്കപ്പെട്ട് അവിടെ എത്തുന്നുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ റെനി DSS. ഞാൻ ഈ സെൻറ്റ് ജോസഫ് സെൻറ്ററിൻ്റെ സുപ്പീരിയറായിട്ട് 6 വർഷക്കാലമായി. ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും വർഷിച്ച വർഷങ്ങളായിരുന്നു ഈ 6 വർഷക്കാലം. എനിക്ക് ഈ ദീനസേവന സഭയിൽ ചേരാൻ ഈ സഭയെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സഭയില്ലായിരുന്നു. പക്ഷേ ഈ മദർ പേത്രയുടെ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കരുണയോടുകൂടി ചേർത്ത് പിടിക്കുക, പിന്നെ അനേകം മക്കൾക്ക് ആശ്രയവും അത്താണിയുമായി മദർ പേത്ര സ്ഥാപിച്ച ഈ സഭയിൽ ചേരുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ദീനസേവന സഭയിൽ ചേർന്നു. അമ്മ പേത്രയുടെ മാതൃക പിൻചെന്നുകൊണ്ട് ആ കാലടികളെ പിന്തുടരുവാൻ എനിക്ക് ഞാൻ കോൺവെൻറ്റിൽ ചേർന്നിട്ട് 28 വർഷമായി. ആ വർഷക്കാലങ്ങൾ എനിക്ക് സാധിച്ചു എന്ന സന്തോഷത്തോടും അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുവാൻ മദർ പേത്ര ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ മദർ പേത്രയുടെ വിയോഗത്തെ തുടർന്ന് ഇങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ മദറിന് സാധിച്ചില്ല. മദറിൻ്റെ പിൻഗാമിയായി വന്ന മദർ വില്ലിഗാർഡാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ സ്ഥാപിതമാക്കിയത്. മദർ വില്ലിഗാർഡിൻ്റെ ആഗ്രഹമനുസരിച്ച് 1983 ദീനസേവന സഭയുടെ 17ാമത്തെ ഹൗസായിട്ട് ഈ ഭവനം ഉയർന്നു വന്നു. അന്ന് മുതൽ ഇന്നോളം മാനസിക രോഗികൾക്ക്, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്ക്, പ്രായമായ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, അങ്ങനെ പലവിധ രോഗങ്ങളാൽ കഴിയുന്നവരാണ് ഈ ഭവനത്തിലുള്ളവർ. ഞാനിവിടെ 1989 മുതൽ രോഗികളെ നോക്കാൻ വരാറുണ്ട്. ഇവിടെ അക്കാലങ്ങളിൽ കൂടുതലും കുഷ്ഠരോഗികളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈകല്യങ്ങളുള്ള രോഗികളുമായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇവിടെ മെയിനായിട്ട് മെൻ്റലി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളും അല്പം സൈക്കാട്രി പേഷ്യൻസും ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പീസ്ഫുള്ളി അല്ലെങ്കിൽ കാമായിട്ട് അസുഖങ്ങളൊക്കെ ഭേദപ്പെട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളായത്. അതുകൊണ്ട് സാനറ്റോറിയം പോലെ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അവരെ വീട്ടുകാർ വന്ന് നോക്കലുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഈ സാനറ്റോറിയത്തിലുണ്ട്. ഒരു 100 സ്ത്രീകളും 100 പുരുഷന്മാരും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും വേണ്ട വസ്ത്രം, ഭക്ഷണം, താമസ സൗകര്യമൊക്കെ ഇവിടെ നല്ല നിലയിൽ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അധികം ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ അവരുടെ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ കൃഷിപ്പണികളൊക്കെ അവരും ചെയ്യാറുണ്ട്.
ഇവിടെ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുതരം ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പോലെ ചെയ്യലുണ്ട്. അതൊക്കെ അവരുടെ മാനസിക പിരിമുറുക്കങ്ങൾ കുറയാനായിട്ട് സഹായിക്കാറുണ്ട്. ഇവിടുത്തെ ജീവിതം കൊണ്ട് അവർ കുറേ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. സിസ്റ്റേഴ്സ് ആണെങ്കിൽ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അത്രയും കൂടുതലായിട്ട് അവരിവിടെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്. ഈ മുതലപ്പാറയിലെ ഈ സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഇവരുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ പോരായ്മകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ തിരുത്തി കൊടുത്ത് ഫയലുകളൊക്കെ നോക്കി അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ മിക്കവരും തന്നെ സൈക്കാട്രി പേഷ്യൻസാണ്, പിന്നെ ഓൾഡ് ഏജ്. പിന്നെ നമുക്കിപ്പോൾ പറയാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ ഒത്തിരിയേറെ കുറവുകളാണ് നമുക്കിവിടെ സംഭവിക്കുന്നത്. വെച്ചാൽ നമുക്കിപ്പോൾ ഗ്രാൻഡൊന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ നമുക്കിപ്പോഴുണ്ട്. അപ്പോൾ എന്നാലും പ്രായമുള്ള നമ്മുടെ സിസ്റ്റേഴ്സാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പേഷ്യൻസിനെയും മാനേജ് ചെയ്യുന്നതും അവർക്ക് വേണ്ടുന്ന ദൈനംദിന ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെയുള്ള എല്ലാ സിസ്റ്റേഴ്സും തന്നെയാണ്. മിക്കവരും തന്നെ ഈ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് തന്നെയാണ് ഇവിടുത്തെ സ്റ്റാഫായിട്ട് നിന്നിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് ഇവരുടെ ജോലി ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ ഇവർക്കിവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് സഹായങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണം, പല പല സാധനങ്ങളൊക്കെ ആയിട്ട് ഇവരെ സഹായിക്കാൻ ഇവിടെയുള്ള ഈ നാട്ടിലുള്ള ജനങ്ങൾ തന്നെ ഇവരെ പലപ്പോഴും വന്ന് സന്ദർശിക്കുകയും അവരെ സഹായിക്കുകയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് 4 മാസമായി. ഞാനിവിടെ ചെയ്യുന്നത് മെയിനായിട്ട് ഇവർക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഇവരെ കണ്ട് ഇവർക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ ഇവരെ കണ്ട് ഇവരുടെ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർ എന്തിലാണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ, അതായത് ഡാൻസ് ആവാം, പാട്ടാവാം, ചിലവർക്ക് ചില കോമിക്കുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടെത്തി അവർക്ക് ചില ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് അവരുടെ കഴിവിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ 47 ഇൻമേറ്റ്സ് ആണ് ഉള്ളത്. വേറൊരു മറ്റുള്ള റീഹാബിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി ഇവിടെ വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇവിടെ എനിക്കൊരു ഹോംലി ഫീലാണ് കിട്ടുന്നത്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളൊരു ഫീൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കാരണം നമുക്കൊരു കൂട്ടുകാരെ പോലെ നമുക്ക് ഇവരോട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ നമ്മൾ അനുസരിക്കുന്നുണ്ട്. ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഇവരൊക്കെ കൂടെ നമ്മളൊരു കുടുംബം പോലെയാണ് ഇവിടെ കഴിയാറുള്ളത്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും മാഡം നമുക്ക് ചെയ്യാം, എല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മുടെ ഗെയിം ആണെങ്കിലും ഡാൻസ് കളിക്കാനാണെങ്കിലും പ്രോഗ്രാമിനാണെങ്കിലും ഇപ്പം ഞങ്ങളിവിടെ പുറത്ത് പ്രോഗ്രാംസ് വരുമ്പോഴൊക്കെ ഇവരെ കൊണ്ടുപോകാറുണ്ട്. എല്ലാത്തിലും ഇൻട്രസ്റ്റഡ് ആണ് അവർ. ഇവിടെ സംസാരശേഷി ഇല്ലാത്തവരുണ്ട്, കേൾവി ശക്തി ഇല്ലാത്തവരുണ്ട്. അപ്പം ഇത് രണ്ടും ഇല്ലാത്തവർ പോലും നല്ല മനോഹരമായിട്ട് ഡാൻസുകളൊക്കെ കളിക്കാറുണ്ട്. അപ്പം നമ്മൾ അയ്യോ നിനക്ക് ചെവി കേൾക്കത്തില്ല, നീ അങ്ങോട്ട് പോകണ്ട, അങ്ങനെയൊന്നും പറയാതെ ഞങ്ങൾ അവരെ പ്രോഗ്രാംസിന് കൊണ്ടുപോകാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ എന്തായാലും ഒരു ഗിഫ്റ്റ് വാങ്ങാതെ അവർ തിരിച്ചു വരാറില്ല. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോടെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഭയമെല്ലാം അവനിലാണെന്ന് വിളിച്ചു ചൊല്ലുക. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. ഈ സെൻറ്റ് ജോസഫ് സെൻറ്ററിന് 3 സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഒന്ന് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, മറ്റൊന്ന് സെൻറ്റ് ജോസഫ് സെൻറ്റർ ഫോർ ഏജ്ഡ് ആൻഡ് ഇൻഫേം വുമൺ, മറ്റൊന്ന് സെൻറ്റ് ജോസഫ് സെൻറ്റർ ഫോർ ഏജ്ഡ് ആൻഡ് ഇൻഫേം മെൻ. ഇങ്ങനെ 3 സ്ഥാപനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സുപ്പീരിയർ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്, നമ്മൾ ഇവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഇവരെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ, ഇവരുടെ വിഷമങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ ഇവർക്ക് ഒത്തിരിയേറെ സന്തോഷവും സ്നേഹവും നമ്മളൊരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്
അവർ നമ്മളോട് പെരുമാറുന്നതും നമ്മൾ അവരോട് ഇടപെടുന്നതും. ആ സ്നേഹം അനുഭവിക്കുവാൻ നമ്മളിപ്പം എല്ലാം ഉപേക്ഷിച്ച്, നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ സ്നേഹവും സംരക്ഷണവും കരുതലും നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരിലൂടെ നമുക്കും നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം, സഹോദരങ്ങളുടെ സ്നേഹം ഇവയൊക്കെ അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചില ഇടസമയങ്ങളിലൊക്കെ ഈ വാർഡുകളിൽ കൂടെ സന്ദർശിക്കാൻ പോകും. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ്. മദർ വന്നു എന്നവർ പറയുമ്പോൾ നമ്മുടെ ആ സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് എന്തോ നമ്മൾ കൊടുത്തു എന്നുള്ള ഒരു പ്രതീതിയിൽ, ഒരു സ്നേഹത്തിലാണ് അവർ നമ്മളോടും പെരുമാറുന്നത്. എല്ലാ കാര്യങ്ങളും, നമുക്ക് കൃഷികളുണ്ട്, പിന്നെ വളർത്തു മൃഗങ്ങൾ, പന്നി, പശു, കോഴി, താറാവ്, ഇതെല്ലാം നമുക്ക് ഇവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. പിന്നെ അതിന് പുറമെ ഒത്തിരിയേറെ ഉപകാരികൾ ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ, ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ തരാറുണ്ട്. അപ്പോൾ അവരെയെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ദീനസേവന സഭാസ്ഥാപികയായ ഞങ്ങളുടെ അമ്മ ദൈവദാസി മദർ പേട്ര ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കണമെന്ന് വളരെ ചെറുപ്പം മുതലേ വലിയ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. കനിവിൻ്റെ മാലാഹ എന്നാണ് മദർ പേട്രയെ ഈ നാട്ടുകാരും അറിയപ്പെടുന്നവരും ഒക്കെ വിളിക്കുന്നത്. മദറിനെ ആകർഷിച്ച ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ വചനമാണ് മദറിൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച് മദറിനെ വളരെയധികം ആകർഷിച്ച ഒരു വചനമാണിത്. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ മദർ ദരിദ്രരിലേക്കും നിരാലംബരിലേക്കും പാപങ്ങളിലേക്കും നിസ്സഹായരിലേക്കും സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവർ, ഏതെങ്കിലും വിധത്തിൽ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കുന്നവരുടെ വേദനകളെല്ലാം സ്വന്തം വേദനകളായി ഏറ്റെടുത്തുകൊണ്ട് അവരെ സമുദ്ധരിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് മദറിന് ആകെ ഒരു 7 വർഷമേ ജീവിക്കാൻ കിട്ടിയുള്ളൂ, പ്രവർത്തിക്കാനും കിട്ടിയുള്ളൂ. അതിനോടിടയ്ക്ക് മദർ ഈ ആൾക്കാരെ, മദറിൻ്റെ സ്വപ്നത്തിലുള്ള ഇവരെ എല്ലാം ഒന്ന് സമുദ്ധരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു. ലെപ്പർസി റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനവും പട്ടുവത്ത് മദർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ അവരെ കുറച്ചും കൂടി ഒന്ന് വിപുലീകരിച്ച് ആ റീഹാബിലിറ്റേഷനെ ഒന്നും കൂടി ഒന്ന് പുരോഗമിപ്പിച്ചിട്ട് അവരെ എല്ലാം സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ച് മദർ അങ്ങനെ സ്ഥലമൊക്കെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് മദറിന് സമയം കിട്ടിയില്ല. മദറിന് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ടി വന്നു. വീണ്ടും ആ ആഗ്രഹം, ആ സ്വപ്നം തുടർന്ന് വന്ന മദർ വില്ലിഗാർഡ് അത് ഏറ്റെടുത്തു. മദർ 76 മരിക്കുന്നെങ്കിൽ 77 മദർ വില്ലിഗാർഡ് ഈ ലെപ്രസി റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച്. അപ്പം മുതലപ്പാറയിൽ സ്ഥലം കിട്ടും എന്നറിഞ്ഞു. അപ്പോൾ അന്നത്തെ കളക്ടറെ ചെന്ന് കണ്ടിട്ട് മദർ വില്ലിഗാർഡ് അനുമതിയെല്ലാം ചോദിച്ച് അങ്ങനെയാണ് ഇവിടെ 1979 ഈ സെൻറ്റർ മുതലപ്പാറ ആരംഭിക്കുന്നത്. അങ്ങനെ മദറിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഇവിടെ ഈ ലെപ്രസി സെൻറ്ററിനോടനുബന്ധിച്ച് മറ്റ് ഡിസേബിൾ ആയിട്ടുള്ളവരെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാനായിട്ട് തീരുമാനിച്ച് അങ്ങനെയാണ് ഈ മുതലപ്പാറ ലെപ്രസി സെൻറ്റർ മാത്രമല്ല ഡിസേബിൾ സെൻറ്റർ എന്ന പേര് കൊടുത്തുകൊണ്ട് സെൻറ്റ് ജോസഫ് സെൻറ്റർ ഫോർ ദ ഡിസേബിൾ എന്ന പേര് കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ, മെൻ്റലി ചലഞ്ചഡ്, ഡെഫ് ആൻഡ് ഡെം, വൃദ്ധർ, മറ്റ് അനാഥർ, അങ്ങനെയായിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെൻറ്റർ ഇവിടെ തുടങ്ങുന്നത്. ആ സെൻറ്റർ 4 വിഭാഗമായിട്ട് ഇവരെ തരംതിരിച്ച് നല്ല രീതിയിൽ അവരെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും എന്ന് വേണ്ട അങ്ങനെയുള്ള തലങ്ങളിലേക്ക് ഇവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളർത്താനും സാധിച്ചിട്ടുണ്ട്. ഇവർ ആതുര ചികിത്സാരംഗത്ത് നല്ലൊരു മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. കാരണം വയസ്സുകാലത്ത് മക്കൾ വരെ നോക്കാനും പറ്റാത്ത പലരും, അതുപോലെ ഒറ്റപ്പെട്ടവരെയും അവരും സംരക്ഷിക്കുന്ന ഒരു
ഒരു വലിയൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്, വിസ്മരിക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല ഒരു മാതൃകാ പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനസിക വൈകല്യത്തിലും മാനസിക പ്രയാസം നേരിടുന്നവരെ സംരക്ഷിക്കുന്ന കാര്യത്തിലും അവരെ പരിചരിക്കുന്ന കാര്യത്തിലും ഇവർ മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട്. അയൽവാസികളായ നമ്മൾക്കത് കാണാൻ കഴിയുന്നുണ്ട്. അത് ഒരു മികച്ച പ്രവർത്തനം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഈ സമീപ പ്രദേശത്തൊക്കെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ അവർ പണിയുന്നുണ്ട്. ഒന്നത് പകലൊക്കെ വെയിലും ഇതൊക്കെ മഴയെല്ലാം കൊണ്ടുവരുന്നവർക്ക് ആ ഗേറ്റിനടുത്ത് തന്നെ ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ പണിയുന്നതും മാതൃകാപരമായ പ്രവർത്തനമാണ്. അവരെയും അഭിനന്ദിക്കുന്നതാണ് ഇവരെ പ്രവർത്തനത്തിൽ എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനിയും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ ഇവരുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. അന്ന് ഈ സഭ തുടങ്ങിയ കാലത്ത് ഇവിടെയെല്ലാം ഈ പ്രദേശം ലെപ്രസി രോഗികളുടെ ഒരു വലിയ സ്ഥലമായിരുന്നു. ഈ പട്ടുകുത്തും എല്ലാ സ്ഥലങ്ങളിലും ലെപ്രസി രോഗികൾ ഉണ്ടായിരുന്നു. ലെപ്രസിയാണ് പ്രത്യേകം ശുശ്രൂഷ തുടങ്ങിയത് ആദ്യം. അതിനുശേഷം ഡിസ്പെൻസറി മദർ രോഗികൾക്ക് മരുന്ന് കൊടുക്കുകയും ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഒരു മദറും സിസ്റ്റേഴ്സിനെ പഠിപ്പിച്ച് സിസ്റ്റേഴ്സും കൂടിയിട്ട് ഡിസ്പെൻസറിയിൽ ആ ശുശ്രൂഷ അങ്ങനെ കണ്ണൂർ എല്ലാ സ്ഥലങ്ങളിലേയും പോയി സിസ്റ്റേഴ്സ് പോയി മരുന്ന് കൊടുക്കുമായിരുന്നു. ഞാൻ സിസ്റ്റർ അനില DSS. ഞാൻ സെൻറ്റ് ജോസഫ് സെൻറ്ററിലെ ഫീമെയിൽ വാർഡിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇവിടെ 25 അമ്മമാരുണ്ട്. എല്ലാവരും തന്നെ പ്രായമുള്ളവരാണ്. അതിൽ 9 പേര് കിടപ്പ് രോഗികളാണ്. ഷുഗറും പ്രഷറും അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് എല്ലാവരും, മിക്കപേരും തന്നെ. ഇവർക്ക് 2 നേരത്തെ മെഡിസിൻ, പിന്നെ ഇവരുടെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് സമയാസമയത്തുള്ള ഭക്ഷണം എല്ലാമായിട്ട് അവർ സന്തോഷമായിട്ട് തൃപ്തിയായിട്ട് കഴിയുന്നു. സ്വർഗീയ കീർത്തനം കേട്ടൊരാ രാത്രിയിൽ ഇടയന്മാരമോദ നൃത്തമാടി ഹേമന്തരാവതിൽ യോസേപ്പും മേരിയും ബേഥലേം ശാലയിൽ വന്നണഞ്ഞു. വികാരം തൂവുന്ന കുളിരുള്ള രാത്രിയിൽ ഭൂലോകരാവാർത്ത കേട്ടറിഞ്ഞു. സ്വർഗീയ കീർത്തനം കേട്ടൊരാ രാത്രിയിൽ ഇടയന്മാരാമോദ നൃത്തമാടി. ഇവിടെ വന്നിട്ട് 7 വർഷമായി. ഇവിടെ ഞാൻ സൈക്യാട്രി വാർഡിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇവിടെ ഞാൻ വളരെ ഹാപ്പിയായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇവിടുത്തെ ഇൻമേറ്റ്സ് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ മുമ്പിലും പുറകിലും നമ്മുടെ വശങ്ങളിലും സപ്പോർട്ടായിട്ടുണ്ട്. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള MR വിത്ത് സൈക്യാട്രി പേഷ്യൻസ്, സൈക്യാട്രി മാത്രമുള്ളവരുണ്ട്, MR വിത്ത് സൈക്യാട്രി ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ MR ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ കുളിപ്പിക്കുകയും ബ്രഷ് പല്ല് ബ്രഷ് ചെയ്ത് കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഒരു 22 പേര്, പിന്നെ ഒരു 25 പേര് സൈക്യാട്രി മാത്രമായിട്ടുണ്ട്. അവർ സെൽഫായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അവർ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും രാത്രിയോ പകലോ എപ്പോഴാണെങ്കിലും ഏത് ഹെൽപ്പിനും അവർ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. സന്തോഷമായിട്ട് വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ. ഞങ്ങളുടെ ഇവിടെ ഈ മാനസിക പ്രശ്നമുള്ള മക്കൾക്ക് ഞങ്ങൾ അവരെ എന്തെങ്കിലും ഒരു വർക്കിൽ അവരെ ഏർപ്പെടുത്തും. അതായത് ചിലർ കൊന്ത ഉണ്ടാക്കും, ചിലർ ഫ്ലവർ മേക്കിങ്, ചിലർ ഗാർഡനിങ്, അങ്ങനെ ഓരോരോ പണികളിൽ അവരെ ഒക്യുപ്പൈഡ് ആക്കും. അല്ലെങ്കിൽ അവർ ഇപ്പോൾ മാനസിക പ്രശ്നമുള്ളവർ അവർ തന്നെ ഇരിക്കുമ്പോൾ അവർ വീടിനെക്കുറിച്ച് അവരുടെ അല്ലെ അസുഖത്തെക്കുറിച്ച് അവർക്ക് ആരുമില്ല എന്നൊരു ഫീലിങ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ 1-2 മണിക്കൂർ ഓരോ തയ്യൽ അങ്ങനെ പലതരത്തിലുള്ള വർക്കുകളിൽ അവരെ ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു സന്തോഷമാണ്, ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പം പിന്നെ പരിപാടികൾ ഞങ്ങൾ മാസത്തിലൊന്ന് പ്രോഗ്രാം വെക്കും. അവർക്കറിയാവുന്ന രീതിയിലുള്ള കലാപരിപാടികൾ, പാട്ടുകൾ, ഡാൻസുകൾ അവയൊക്കെ അവതരിപ്പിക്കാൻ പറയും. അവരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി അവതരിപ്പിക്കും. പിന്നെ ഞങ്ങൾ അതിനെല്ലാം ചെറിയ ചെറിയ സമ്മാനങ്ങൾ, ഇപ്പം മത്സരിച്ചൊന്നും കിട്ടാത്തവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷമാണ്.
1973 ജനുവരി 3-നാണ് ഞാൻ ധീനസേവന സഭയിൽ ചേരുന്നത്. ഞാനിപ്പോൾ ഈ മുതലപ്പാറ വന്നിട്ട് 4 വർഷമായി. എനിക്ക് ശുശ്രൂഷ വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് ലെപ്രസിയുടെ പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സർവേ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് SET എന്നാണ് പിന്നെ പറയുന്നത്. അപ്പോൾ എന്നോട് മധുര പറഞ്ഞു, നീ ഫിലിം ഇട്ട് കാണിക്കണം. അങ്ങനെ വീണ്ടും മദ്രാസിൽ ഞാൻ പോയി SETയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി 3 മാസം അവിടെ ട്രെയിനിങ് കഴിഞ്ഞ് 16mm ഫിലിം കാണിക്കാനായിട്ട് എല്ലാ ഗ്രാമങ്ങളിലും പോകും, സ്കൂളുകളിൽ പോകും. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഏരിയയിൽ അവിടെയെല്ലാം ലയൺസ് ക്ലബ്ബും ഇന്നർ വീൽ ക്ലബ്ബുകാരും കൂടി ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ കോഴിക്കോട് ഞങ്ങളുടെ സ്വന്തമായൊരു നഗരമായി. ഇവിടെ ഞങ്ങൾക്ക് 6 സെൻറ്ററുകളാണ്. ഒന്ന് പട്ടം പഞ്ചായത്ത്, പുഴാതി പഞ്ചായത്ത്, പായം പഞ്ചായത്ത്, പിന്നെ ആറളം പഞ്ചായത്ത്, അങ്ങനെ 7 പഞ്ചായത്ത്. ഈ സ്ഥലങ്ങളെല്ലാം ഗവൺമെൻറ് ഞങ്ങൾ SET വർക്കേഴ്സ് 12 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ട് തന്നു. പക്ഷെ ഗ്രാൻഡില്ല, പണമില്ല, പക്ഷെ പെർമിഷൻ മാത്രം ചെയ്യാനായിട്ട്. മധുര പറഞ്ഞു, നമുക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്നതല്ലേ നമ്മുടെ പ്രധാനം, അതുകൊണ്ട് ഈ പ്രദേശത്തെ രോഗികളെ തുടച്ചു മാറ്റാൻ സിസ്റ്റേഴ്സ് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 12 പേരും വീടുകളെല്ലാം കയറിയിറങ്ങി ഈ കുഷ്ഠരോഗം എന്താണെന്ന് പഠിപ്പിക്കുകയും അവരെ എല്ലാം ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരികയും ചെയ്തു. ഈ കോഴിക്കോട് പറയുകയാണെങ്കിൽ 4800 പേഷ്യൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഈ പ്രദേശം മുഴുവനുമായിട്ട് നോക്കുകയാണെങ്കിൽ 670 പേര്. അപ്പം ഇന്ന് രാവിലെ നിങ്ങൾ കണ്ട ആ ഡോക്ടറാണ് ഞങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ക്ലിനിക്കിലൊക്കെ വരും. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻകാർ ഞങ്ങൾക്ക് അവിടെ ഒരു കെട്ടിടം തന്നിരിക്കുകയാണ് ഇത് ക്ലിനിക്ക് നടത്താനായിട്ട്. അങ്ങനെ അവിടെ ഈ ഡോക്ടർ വരും, ആഴ്ചയിൽ 1 പ്രാവശ്യം മരുന്ന് കൊടുക്കുന്നു. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ജോലി കൊണ്ട് ഇവിടെ ഒന്നും കുഷ്ഠരോഗമില്ല. അത് വലിയൊരു അഭിമാനിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. മദർ പേട്ടയുടെ അഭിലാഷമായിരുന്നു, അത് തുടർന്നു കൊണ്ട് മദർ വില്ലിഗാർഡ് ചെയ്തു. മദർ വില്ലിഗാർഡിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജനറാളും പ്രൊവിൻഷ്യൽമാരും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ലെപ്രസി പേഷ്യൻറ്റിനെ സ്വീകരിക്കുവാനും അവരെ ഒന്ന് തലോടുന്നതിനും അവരടുത്തിരിക്കാനും ഒക്കെ. കാരണം അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. അറപ്പോ പേടിയോ വിഷമമോ ഒന്നുമില്ല.